ഞാനിന്ന് വന്നിരിക്കുന്നത് അരിപ്പൊടി കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ മലബാറുകാരുടെ സ്വന്തം നെയ്പത്തിരിയാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്പത്തിരി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം തന്നെ ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി കുറച്ച് കൂടുതൽ എടുക്കണം, എന്നാലാണ് കറക്റ്റായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളും കിട്ടുക. പിന്നെ അതുപോലെ തന്നെ ചെറിയ ജീരകം കേട്ടോ, അതൊരു ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നങ്ങ് അരച്ചെടുക്കണം കേട്ടോ. അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അരഞ്ഞ് പേസ്റ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഒന്നങ്ങ് കറക്കിയെടുത്താൽ മാത്രം മതി. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീരകമൊക്കെ പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കഴിക്കുന്ന സമയത്ത് കടിക്കാനായിട്ടൊന്നും കിട്ടില്ല. ഇനി ഞാനതിലേക്ക് ഒരു ബൗള് അരിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മളെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, നൈസ് പത്തിരി ഉണ്ടാക്കുന്ന പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ സാധാരണ വറുക്കാത്ത അരിപ്പൊടി വെച്ചിട്ടാണ് പത്തിരിയൊക്കെ തയ്യാറാക്കാറുള്ളത്. അപ്പോൾ ആ ഒരു അരിപ്പൊടി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും, പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഈ ഒരു കൂട്ട് എത്തുമല്ലോ. അപ്പോൾ അതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കപ്പാണല്ലോ അരിപ്പൊടി എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പൊടിക്ക് അനുസരിച്ചിട്ടായിരിക്കും വെള്ളം കൂടുതലും കുറവ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് വെള്ളം തിളച്ചതിന് ശേഷം കുറച്ച് മാറ്റി വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് പൊടി ഇട്ടതിന് ശേഷം കുറവുണ്ട് തോന്നുകയാണെങ്കിൽ മാത്രം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. തിളച്ചിട്ട് മാത്രം മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് തിളച്ച വെള്ളം തന്നെ തിരിച്ചു വയ്ക്കണം കുറവുണ്ട് തോന്നുകയാണെങ്കിൽ കേട്ടോ. പിന്നെ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പ് നമ്മൾ അരിപ്പൊടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഈ പൊടി ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. തീ ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് പൊങ്ങി കിട്ടാറുണ്ട്. പുട്ടുപൊടിയൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു പത്തിരിപ്പൊടി കൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സാധാരണ പുട്ടുപൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനേക്കാളും എനിക്ക് സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു മെത്തേഡിൽ തന്നെയാണിത്. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സാക്കിയതിന് ശേഷം ഞാനൊന്നങ്ങ് കുറച്ച് നേരം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 30 സെക്കൻഡ് മാത്രം. ഇനി ചെറിയൊരു ചൂട് മാറുന്ന സമയത്ത് കയ്യിൽ പൊള്ളാത്ത രീതിയിൽ നമുക്ക് തൊടാൻ പറ്റുന്ന ഒരു പാകാവില്ല, ആ സമയത്ത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കയ്യിലേക്ക് കുറച്ച് വെള്ളം അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും തടവിന് ശേഷം നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് ചെറുതാക്കണ്ട കേട്ടോ. നമ്മൾ നൈസ് പത്തിരി ഉണ്ടാക്കുന്ന പോലെ ചെറിയ ബോൾസ് അല്ല ഉണ്ടാക്കേണ്ടത്, ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഞാനിതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് നമ്മൾ ഈ ബോൾസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് വേറൊരു പ്ലേറ്റിൽ തന്നെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്നിങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് നേരം സ്പീഡിൽ നമുക്ക് ഒരുപാട് ഡീപ്പായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണ്ട, ചെറുതായിട്ടൊന്നിങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കനത്തിൽ തന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ അങ്ങ് പാത്രത്തിൽ നിന്ന് വിടിയിച്ചെടുക്കാനും പറ്റും കേട്ടോ. അതുപോലെ അങ്ങ് ഓയിലാക്കുന്ന സമയത്ത്, ഇനി ഉണ്ടാക്കുന്ന സമയത്തും അതിലേക്ക് കുറച്ച് ഓയിലൊന്നങ്ങ് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഒട്ടും തന്നെ പ്ലേറ്റിലൊന്നും പിടിക്കില്ല കേട്ടോ. അപ്പോൾ കവറിൽ ചെയ്തെടുക്കുന്നവരുണ്ട് കേട്ടോ, അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി ഞാൻ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല രീതിയിൽ ചൂടായിരിക്കണം, എന്നാൽ തന്നെയാണ് കറക്റ്റായിട്ട് പൊങ്ങി കിട്ടുള്ളൂ. പിന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം കേട്ടോ. എന്നിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് കുക്കാക്കി എടുക്കാം. ഒരു 30 സെക്കൻഡ് എന്തായാലും എണ്ണയിൽ കിടന്നതിന് ശേഷമാണ് ഇങ്ങനെ പൊങ്ങി വരുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് സ്പീഡാക്കിയത് കേട്ടോ. വീഡിയോ സ്പീഡാക്കിയത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് കാണിച്ചിട്ടുള്ളത്. ഒരു 30 സെക്കൻഡ് എന്തായാലും ഒന്ന് എടുക്കും ഇത് പൊങ്ങി വരാനായിട്ട്. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്പത്തിരി തന്നെയാണിത്. ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല പൊങ്ങി വന്നിട്ട് ഇത് ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ എന്തെങ്കിലും നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. കറിയൊന്നും വേണമെന്നേ ഇല്ല കേട്ടോ. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ നെയ്പത്തിരി തയ്യാറാക്കി നോക്കാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും നല്ല കിഡിലൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്